കാലാവസ്ഥയൊക്കെ മാറി തുടങ്ങി, മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കാരണം ഇപ്പം പല പേരൻസിനും കൺസേൺ ഉള്ളത് എങ്ങനെ കുട്ടികളെ തെറപ്പി സെഷന് കൊണ്ടുവരും, അവർക്ക് സെഷൻസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള കാര്യത്തിലാണ് ഇപ്പം പലരും എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഏറ്റവും അനുയോജ്യമായ ഉള്ളൊരു ഓപ്ഷനാണ് ഓൺലൈൻ തെറപ്പി സെഷൻസ്. പലർക്കും പലപ്പോഴും ഡൗട്ടുള്ള കാര്യമാണ് ഓൺലൈൻ തെറപ്പി സെഷൻസ് ഡയറക്റ്റ് തെറപ്പി സെഷൻസിന്റെ അത്രയും ഇഫക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ളത്. പ്രോപ്പറായിട്ട് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ ഓൺലൈൻ തെറപ്പി സെഷൻസ് ഡയറക്റ്റ് തെറപ്പി സെഷൻസ് പോലെ തന്നെ ഇഫക്റ്റീവ് ആക്കാവുന്നതാണ്. അതിന് പ്രോപ്പറായിട്ട് തെറപ്പിസ്റ്റും പേരൻറ്റും രണ്ടുപേരും ഒന്നിച്ച് കൊളാബറേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തെറപ്പിസ്റ്റ് പറയുന്ന പോലെ തന്നെ ഗൈഡൻസ് അനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പറായിട്ടും വളരെയധികം എഫക്റ്റീവായിട്ടും നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ പ്രയത്നത്തിൽ നമ്മൾ ഓരോ സെഷൻസിനും പേരൻസ് ഇൻവോൾവ്മെൻറ്റ് ഉറപ്പ് വരുത്തുന്ന കാരണം ഇപ്പം നമ്മൾ സെഷൻസ് ഓൺലൈനിലേക്ക് മാറ്റിയാലും പേരൻസിന് ഓൾറെഡി കണ്ടൊരു ഐഡിയ ഉള്ളത് കാരണം നമുക്കിപ്പം തെറപ്പിസ്റ്റ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അതനുസരിച്ച് ചെയ്യാൻ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം നമ്മൾ ഓൺലൈൻ തെറപ്പി സെഷൻസ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ അതെങ്ങനെ ഇഫക്റ്റീവായിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഓൺലൈൻ തെറപ്പി സെഷൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ സെഷൻസിന് ഇരിക്കുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയൺമെൻറ്റിലായിരിക്കണം കുട്ടീനെ ഇരുത്തിയിട്ടുണ്ടാവേണ്ടത്. വേറെ ഡിസ്ട്രാക്ഷൻസോ വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് കുട്ടി ഡൈവേർട്ട് ആയി പോകാൻ സാധ്യതയുള്ളൊരു ഏരിയയിലായിരിക്കരുത് കുട്ടീനെ ഇരുത്തുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് കണക്ഷൻ. നല്ല പ്രോപ്പറായിട്ടുള്ളൊരു നെറ്റ്വർക്ക് കണക്ഷൻ ഉള്ളൊരു ഏരിയയിൽ ഇരുന്ന് വേണം നമ്മൾ സെഷൻസ് അറ്റൻഡ് ചെയ്യാൻ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാമറ പ്ലേസ്മെന്റ് ആണ്. പ്രോപ്പറായിട്ട് നമ്മൾ ക്യാമറ പ്ലേസ് ചെയ്താൽ മാത്രമേ തെറപ്പിസ്റ്റിന് കുട്ടീനെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നതെന്ന് പ്രോപ്പറായിട്ടുള്ളൊരു വിഷ്വൽ ഫീഡ്ബാക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ക്യാമറ പ്ലേസ്മെന്റ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് കൂടിപ്പോയാലും പ്രശ്നമാണ്, ലൈറ്റിംഗ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. കൂടിപ്പോയാൽ റിഫ്ലക്ഷൻ കാരണവും നമുക്ക് കാണാൻ പറ്റില്ല, കുറഞ്ഞു പോയാൽ അത് കാരണവും തെറപ്പിസ്റ്റിന് കുട്ടീനെ കൊണ്ട് എന്താണ് ചെയ്യിപ്പിക്കുന്നതെന്ന് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ചാൽ പേരൻസ് തെറപ്പിസ്റ്റിനോട് മുൻകൂട്ടി എല്ലാം ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചാൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ തെറപ്പി സെഷൻ്റെ ഇടയ്ക്ക് വീണ്ടും സാധനങ്ങളൊക്കെ പോയി എടുക്കാൻ പോയാൽ വെറുതെ പകുതി സമയം അങ്ങനെ നമുക്ക് വേസ്റ്റ് ആയി. അതുകൊണ്ട് ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്തെല്ലാം എടുത്തു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടിക്ക് ഇപ്പം ഫുഡ് കൊടുക്കണമെങ്കിൽ അതൊക്കെ നേരത്തെ ചെയ്ത് വെക്കണം. വാഷ്റൂമിൽ കൊണ്ടുപോകണമെങ്കിൽ അതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. ഇല്ലെങ്കിൽ സെഷൻ്റെ ഇടയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പോയാൽ നമുക്ക് സെഷൻ്റെ പകുതി ടൈം വെറുതെ വേസ്റ്റ് ആയി പോകും. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓൺലൈൻ തെറപ്പി സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ തെറപ്പിസ്റ്റ് പേരൻസിന് ഗൈഡ് ചെയ്യുകയാണ് ചെയ്യാം. തെറപ്പിസ്റ്റ് ഇവിടെ ഇരുന്ന് പറയും, പേരൻസ് ആണ് അവിടെ തെറപ്പി എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പല പേരൻസും പറയാറുള്ളത് പിള്ളേരിപ്പം ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, തെറപ്പിസ്റ്റ് തന്നെ വേണം തെറപ്പി എടുക്കാൻ. അപ്പം നമുക്ക് തെറപ്പി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തെറപ്പി സെഷനിൽ മാത്രമല്ല, അത് മൊത്തത്തിൽ ജനറലൈസ് ആയി ചെയ്യേണ്ട ഒരു കാര്യമാണ്. തെറപ്പി സെഷനിൽ ഇപ്പോൾ ഒരു 45 മിനിറ്റ്സേ കുട്ടി വരുന്നുള്ളൂ, ബാക്കി സമയം മുഴുവൻ കുട്ടി പേരൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ വീട്ടിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവർ ഒബേ ചെയ്യേണ്ടതും പേരൻസ് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഓൺലൈൻ സെഷൻസ് ഒക്കെ എടുക്കുന്നത് മൂലം ഈ ഒരു ജനറലൈസേഷനും കാര്യങ്ങളൊക്കെ വരാനും അത് ഒത്തിരി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇപ്പോൾ ഓൺലൈൻ സെഷൻ ചെയ്യുമ്പോൾ പേരൻസ് പറയുന്ന കുട്ടി ഒട്ടും അനുസരിക്കുന്നില്ല എന്നൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് കുഴപ്പമില്ല. തെറപ്പിസ്റ്റ് ഹോം പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് പിന്നീട് ചെയ്താലും മതിയാവും. ആ ഹോം പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് തെറപ്പിസ്റ്റിന് അയച്ചു കൊടുക്കുക. അതാകുമ്പം തെറപ്പിസ്റ്റിന് അത് കണ്ട് എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്, ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് പിന്നീട് അത് ഗൈഡ് ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും.